കിട്ടി ഗൈസ്. നമ്മുടെ സെക്കൻഡ് പാർട്ട് ചോര മുള്ളു കുത്തി കയറി. എന്താ ചെയ്യാ? ഞാൻ ഇവിടെ ഇങ്ങനെ സ്പോട്ട് കയറിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ റോളടിയാണ്. ആ സമയത്താണ് പെട്ടെന്ന് മീൻ കുട്ടി എന്ന് പറയുമ്പോൾ നോക്കി കൊണ്ടിപ്പോൾ ഓരോ സമയത്ത് പന കുട്ടി വിഴുങ്ങിക്കണോ? ഓ ഭാഗ്യം കേട്ടാ. കുഞ്ഞ മീനിൻ്റെ പാത്രം കൊടുക്കും വേണ്ടേ പൈസ. നമ്മൾ എന്നിപ്പോൾ എന്താ കാട്ടുക? അയ്യോ അയ്യോ ഇത് വെക്കില്ലല്ലോ പൈസ വെക്കണ്ടേ. അയ്യാ എടുത്തോ ഇതേ സമയത്ത് ഇവിടെ ഈ ഫോൺ ഇങ്ങനെ വെക്കണ്ട്. ഇതേ സമയത്താ അത് കിട്ടറാ അത്യാവശ്യത്തിന് എളുപ്പമുണ്ട്. എൻ്റെ ഫോണുമൊക്കെ വെള്ളമാണ്. എൻ്റെ കൈ നമുക്കിതാ ഇവിടെ പിന്നെയും വെക്കാം. അയ്യോ അങ്ങനെ വെക്കാം. ഇതെടുത്താ എന്താ അറിയാലോ എനിക്കൊരു പേടിയുണ്ട്. എല്ലാം കെട്ടിയിട്ട് വെച്ചോട്ടോ. അതിൽ അത്യാവശ്യത്തിന് വലിയൊരു സാധനം വന്നുള്ളതാണ്. നല്ല രീതി കെട്ടേണ്ടി വരും. കാരണം അതിൽ നല്ലൊരു വലിയ വന്നതാണ് ഗൈസ്. ഇതിൻ്റെ അനിയൻ ഷിഫിൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ എങ്ങനെയാണ് മീൻ പിടിക്കണമെന്ന്. എൻ്റെ അനിയൻ ഷിഫിൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ ഞാൻ എങ്ങനെയാണ് മീൻ പിടിക്കുന്നതെന്ന്. ഓക്കെ ഇല്ലടാ ഷിഫിൻ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടോ ഞങ്ങൾ എങ്ങനെ മീൻ പിടിക്കണമെന്ന് കണ്ടിട്ടുണ്ടാവും. നമുക്കതാ ഇനി എടുക്കാം. അപ്പോൾ എവിടെ ഇങ്ങനെ സ്പോട്ട് വെക്കുക. അപ്പോൾ ഗൈസ് എൻ്റെ അനിയൻ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. എൻ്റെ അനിയൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടോടി ഞങ്ങൾ എങ്ങനെ മീൻ പിടിക്കണത് തന്നെ. ഗൈസ് ഇതാണിപ്പോൾ ഞാൻ സുന്ദരനല്ലേ സുന്ദരനെ സുഗമനായി ഞാൻ വിചാരിച്ച അടുത്ത മീനാണെന്ന്. ഈ ഇലയാണ് നമ്മളെ കണ്ണ് കിട്ടിയത് ഞാൻ ഇവിടെ നിന്ന് ഡോസൊക്കെ കളിക്കും. ഡാൻസ് കളിച്ച് വരാന്തോ കണ്ടോ ഗൈസ്. എന്ത് ഒട്ടലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ഒരു 2 ലൈക്ക് ഇട്ടാച്ച ധാരാളം നമുക്കല്ലേ. ഗൈസ് ഞങ്ങളതിൽ 3 മീനുണ്ട്. അപ്പോൾ 3 മീൻ വെച്ചാൽ ഞങ്ങൾക്ക് 3 ലൈക്ക്. അത്ര ലൈക്ക് ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഞങ്ങൾ ഗീവ് ആയിട്ട് വരാം. ഇല്ലടാടിയാ? അയ്യോ സൈക്കിളിൻ്റെ അവസ്ഥ പോയതാവും. അടേ എൻ്റെ അടുത്തൊന്നും ചെയ്യലടാ ചങ്ങല ചെയ്യും. ജ്ഞാനപീഠ പുരസ്കാരം നമ്മുടെ അറിയാൻ തന്നെ. ഇതിലൊക്കെ എന്തോ കുടിയുണ്ട്. മതിലേക്ക് ബാത്റൂം കൂട്ടിയിട്ട് പോയാ അതോടി ഇതൊരു കാര്യം ചെയ്യോ? നമ്മളത് വീണ്ടും ഇടുകയാണ്. ഞാൻ വരണേ. അവനേതാ കൈസ് നമ്മളെയും പറ്റിച്ച് പോകുന്നു കൈസ്. എന്ത് ചെയ്യാനാ നമ്മളിപ്പോൾ ഇവിടെ മീൻ പിടിക്കുന്നു. അവന് തൂറാൻ പോകുന്നു കൈസ്. ആ അവനെ കണ്ടില്ലെങ്കിൽ നടന്നുടങ്ങും. കാരണം എന്താ വെച്ചാൽ അവൻ വരികയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൊത്തുന്നുണ്ട് പക്ഷെ കുടുങ്ങണില്ല അങ്ങോട്ട്. എന്താ ചെയ്യുക? കൊത്തലൊന്നും കൊത്തറ പോയി ഓടി സൂനെ കൊത്തുന്നു പക്ഷെ നോക്കുന്നു. എല്ലാം കൊത്തും ഇതൊന്നും കൂടും. എന്താ ചെയ്യുക? ഇതുപോലെ ഞാൻ അറിയുമ്പോൾ ലാസ്റ്റ് അല്ല തരണ കൂടും. ആ കുടുങ്ങിയത് തന്നെ പിന്നെ ഉണ്ടാവും.
അറ്റത്തേക്കൊന്നും അറിയാൻ ഞാൻ എത്ര നേരമായിട്ട് ശ്രമിക്കണം, പക്ഷെ എത്തില്ല. എന്ത് ചെയ്യാനാ? നോക്കതാ കൊത്തുന്നുണ്ട്. വലുക്കാകുമ്പോൾ കിട്ടില്ല, കിട്ടുന്നില്ല, നട്ടത് പൊട്ടിയിട്ടില്ല. അറ്റത്തെത്തിയുണ്ട്. നോക്ക് അവിടുത്തെ വെള്ള കളർ സാധനം കണ്ടത്, വെള്ള കളറ് അതിൻ്റെ ചൂണ്ടിൽ മറ്റേ പൊന്താണ് ഗൈസ്, പൊന്ത്. ചില സമയത്ത് അത് വലിച്ച് കൊണ്ടുപോകണമെന്ന് നോക്കട്ടെ ഗൈസ്. വലിച്ച് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. മുണ്ടാതെ നോക്കും ഗൈസ് കുറച്ച് നേരം. ഓ ഗൈസ് ഒന്നും കൂട്ടില്ല. നമുക്ക് മൂടി വെക്കാം. കൊത്തണം വിഷമം കിട്ടില്ല. മീൻ്റെ വലിപ്പം നോക്ക് ഗൈസ്, അച്ചാതി വലിപ്പമുള്ള സാധനം. ഇന്നത്തേക്ക് ഇത് മതി ഗൈസ്, ഇനി നാളെ. ഓ നമ്മുടെ മീനവിടെ വേടിക്ക്. ഇന്നൊക്കെ വീട്ടിൽ പോവാം. ഇത് മതി ഗൈസ് ഇന്നത്തേക്ക്. വാട്ട് എ വണ്ടർഫുൾ സാധനം. ഗൈസ് നോക്ക് നിങ്ങളിത്, അച്ചാതി വലിപ്പം നോക്ക് ഗൈസ്. അതിൻ്റെ അതാണ് നിങ്ങൾ ഏറ്റവും വലിയതായിട്ട് നോക്കണ്ടേ. ഓ ഞാനത് ഊരട്ടെ ഗൈസ്. നമുക്ക്